Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. അപ്പോൾ നമ്മൾ വെന്റിലേറ്റർ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഡൗട്ടുകളുണ്ടോ? നമ്മൾ എവിടെ വരെയാ എടുത്തു നിർത്തിയത്? ബ്ലഡ് ക്ലോട്ട്സ് വരെയാണോ? എല്ലാ പോയിന്റ്സും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ നമ്മൾ വെന്റിലേറ്ററിന്റെ ചാപ്റ്റർ നമ്മൾ കണ്ടു അല്ലെ. പ്രധാനമായിട്ട് ഒരു അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണെന്നുള്ളത് കണ്ടു. എന്താണ് പ്രധാനമായിട്ടും അതിന്റെ അല്ലെ എന്തെങ്കിലും രോഗമാണെങ്കിൽ ആ രോഗത്തിന്റെയൊക്കെ കുറച്ചും കൂടി കുഴപ്പമില്ലാത്തൊരു സ്റ്റേജിലേക്ക് ആകുമ്പോഴേക്കും നമുക്ക് ആ വെന്റിലേറ്ററിന്റെ സഹായം ഇല്ലാതെ തന്നെ സ്വമേധയാ നമുക്ക് ശ്വാസം നിലനിർത്തി കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്കൊക്കെ ആകുമ്പോൾ വെന്റിലേറ്ററിന്റെ ആ സഹായം നമുക്ക് ഉപേക്ഷിക്കാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ കേസ് കൂടുതൽ നാള് ഈ വെന്റിലേറ്റർ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അവർക്ക് അനുഭവപ്പെടാൻ ചാൻസ് ഉള്ള കുറച്ച് സൈഡ് എഫക്റ്റുകളാണ്. എന്താണ് പലതരത്തിലുള്ള സൈഡ് എഫക്ട് മീൻസ് ഈ മരുന്ന് കൊണ്ടുള്ള സൈഡ് എഫക്റ്റുകൾ മാത്രമല്ല, അങ്ങനെ കുറച്ച് നാള് അത് കിടക്കേണ്ടി വരുമ്പോൾ അല്ലെ ആ ശരീരത്തിലും ചില മാറ്റങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇൻഫെക്ഷൻ വരാം, ഇറിറ്റേഷനുകൾ അല്ലെ, പിന്നെ വോക്കൽ കോഡ്സ് ഇഷ്യൂസുകൾ, പൾമണറി എഡിമ, ബ്ലഡ് ക്ലോട്ട്സ്, അതായത് നമുക്ക് കുറച്ച് നാളൊക്കെ കിടക്കേണ്ടി വരുമ്പോഴൊക്കെ അല്ലെ ബ്ലഡ് സാധാരണ രീതിയിലുള്ള സെലിബ്രേഷൻ നടക്കാതെ വരുമ്പോൾ ഒക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഓക്കെ, എല്ലാവരും എടുത്തു കാണും അല്ലേ? പേജൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇതിനപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? നെക്സ്റ്റ് പോയിന്റ് സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ അല്ലെ. സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, നമ്മൾ കുറച്ച് നാളെ ഇത് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അല്ലെ മയക്കി കിടക്കുന്നവരോ മയക്കുമായി ബന്ധപ്പെട്ട കുറച്ച് ഓർമ്മക്കുറവുകളും കാര്യങ്ങളൊക്കെ വരാൻ സമയത്ത് നമുക്കറിയാം. സാധാരണ രീതിയിൽ നിന്ന് അല്ലെ ശ്വാസമെങ്കിലും നേടിയെടുക്കാന്നുള്ള ഒരു സാധാരണ പ്രവണത പോലും നിലച്ചു പോകുന്ന അവസ്ഥയിൽ കുറെ നാള് മയങ്ങിക്കിടുന്ന അവസ്ഥയിലൊക്കെ എല്ലാം എന്താണ് ഇതിന്റെയെങ്കിലും ഫിഷിന്റെയും മെഡിസിന്റെ ഒക്കെ സഹായത്തോടു കൂടിയിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം മൂവ് ചെയ്ത് പോകുന്നതെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും ചില ഓർമ്മക്കുറവുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ദിസ് ക്യാൻ ബി റിസൾട്ടഡ് ബൈ ദ sedatives and many other medications provided to an individual who is on ventilator with a breathing tube ഉപയോഗിച്ചിട്ട് വെന്റിലേഷന്റെ സഹായത്തോടു കൂടിയിട്ട് മെഡിസിനും കാര്യങ്ങളെല്ലാം അവർക്ക് പല രീതിയിൽ കിടപ്പില് തന്നെ അവൈലബിൾ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെ ആ മെഡിസിന്റെ ആ ഉപയോഗമൊക്കെ ധാരാളം സെഡേറ്റീവ് അതായത് മങ്ങിക്കിടക്കാനുള്ള മെഡിസിൻസ് ഒക്കെ ഒരുപാട് ഉപയോഗിക്കേണ്ടിയൊക്കെ വരുമ്പോഴത് എന്താണ് ഓർമ്മക്കുറവിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടി ഉണ്ട്. അപ്പൊ നമ്മള് സൈഡ് എഫക്ട് അല്ലെ സൈഡ് ഫാക്ടേഴ്സ് അതായത് ഇതുമൂലം വരുന്ന വെന്റിലേഷൻ കൂടുതൽ നാൾ ഉപയോഗിക്കേണ്ടി വരുമ്പോഴുണ്ടാവുന്ന പല റിസ്കുകൾ അല്ലെ അപകട തരണം ചെയ്യേണ്ട കുറെ മേഖലകളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തില് മയങ്ങിക്കിടക്കുന്ന മെഡിസിൻസും വെന്റിലേഷന്റെ സഹായത്തോടൊക്കെ ബ്രീത്തിങ് ഒക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്താണ് പലതരത്തിലുള്ള ഓർമ്മക്കുറവുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഫ്ലൂയിഡ് ഓവർലോഡ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. ഫ്ലൂയിഡ് ഓവർലോഡ് എന്താണ്? ഫ്ലൂയിഡ് ഓവർലോഡ് എന്ന് പറയുമ്പോൾ ധാരാളം ഈ ഒരു അല്ലെ നമുക്ക് ദ്രവ്യങ്ങൾ അമിതമായിട്ടുള്ള ദ്രാവകങ്ങൾ അടിഞ്ഞുകൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. ദിസ് ക്യാൻ ബി കോസ്ഡ് ബൈ കണ്ടിന്യൂസ് ഇൻഫ്യൂഷൻ ഡ്രഗ് ടോക്സിറ്റി ആൻഡ് റീനൽ ഫെയിലിയർ. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ മെഡിസിൻസ് ഒക്കെ നമ്മളറിയാലേ ഒരു പാരസെറ്റമോൾ തന്നെ അധികം എപ്പോഴും കഴിക്കരുതെന്ന് എന്തുകൊണ്ടാ പറയുന്നത്? അത് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും വിഷപദാർത്ഥങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ.
അപ്പൊ അതിനൊരു സൈഡ് എഫക്ട് എപ്പോഴെങ്കിലും വരും എന്നുള്ളത്. ഇതുമാതിരി തന്നെ ഇങ്ങനെ കിടന്ന് ചികിത്സിക്കുമ്പോഴെല്ലാം മെഡിസിൻസും എല്ലാം എന്താണ് അവർക്ക് കൊടുത്ത് അല്ലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളിൽ എന്താണ് വിഷപദാർത്ഥങ്ങളൊക്കെ കൂടുതലായിട്ട് ശരീരത്തിലേക്ക് അടിഞ്ഞുകൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. റിനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, കിഡ്നി പ്രോബ്ലംസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതകളുമുണ്ട്. സാധാരണ രീതിയിൽ നോർമലി ആയിട്ടുള്ള കിഡ്നി ഫംഗ്ഷൻ ഒന്നും നടക്കാതെ വരുന്നു. എന്താണ് അങ്ങനെയൊക്കെ വരുമ്പോൾ അല്ലെ സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള കിഡ്നി പ്രോബ്ലംസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. This can be caused by continuous infusions of drug toxicity. അതായത് തുടർച്ചയായിട്ടാണ് നമ്മൾ മെഡിസിനുകൾ അല്ലെ മഞ്ഞയെ കിടക്കുന്ന തരത്തിലുള്ള മെഡിസിൻസുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നത്. അങ്ങനെ വരുമ്പോഴെന്താണ് അവിടെ വിഷപദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടാനും അതുമൂലം എന്താണ് കിഡ്നി ഫെയിലിയർ ആയിട്ട് പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഫ്ലൂയിഡ് ഓവർലോഡ്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ലങ് ഇൻഷുറി. ഇങ്ങനത്തെ ശ്വാസകോശത്തിനും ഇൻഷുറികൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. ഇത് ട്യൂബൊക്കെയാണ് നമുക്ക് നാച്ചുറലി നമ്മുടെ ഒരു അല്ലെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ട്യൂബ് കടത്തി വിടുകയാണ്. അവിടെ തീർച്ചയായിട്ടും അവിടെ ഇറിറ്റേഷൻ പോലെ തന്നെ ഇഞ്ചുറീസ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. ശ്വാസകോശ പരിക്കുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. വെന്റിലേറ്റർ ക്യാൻ കോസ് ലങ് ഡാമേജ്. This can occur for several reasons അല്ലെ. ഇത് പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള ഇഞ്ചുറി പരിക്കുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് എയർ പ്രഷർ ഇൻ ദ ലങ്സ് ഗോയിങ് ബിയോണ്ട് എ നോർമൽ ലിമിറ്റ്. അതായത് സാധാരണയിൽ കൂടുതൽ എയർ പ്രഷർ ചെയ്യാണ് അല്ലെ. നമ്മളെ സാധാരണ നമുക്ക് ശ്വാസം നിലനിർത്തുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ നമ്മൾ സ്വമേധയാ വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ മെഷീന്റെ സഹായത്തോടു കൂടി ആവുമ്പോഴെന്താണ് അവിടെ എയർ ഓൾമോസ്റ്റ് അത് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ എയർ പ്രഷർ കൂടുതലായിട്ട് അനുഭവപ്പെടാനായിട്ട് നോർമലിനേക്കാൾ കൂടുതൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ലങ് ഇൻഷുറീസ് വരാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എയർ സീപ്പ് ഇൻടു ദ സ്പേസ് ബിറ്റ്വീൻ ദ ലങ്സ് ആൻഡ് ചെസ്റ്റ് വാൾ ന്യൂമോത്രാക്സ്. അതായത് നമുക്കറിയാം ഒരു അല്ലെ ഒരു നെറ്റിന്റെയും അതേമാതിരി തന്നെ ശ്വാസകോശത്തിനും ഇടയിലുള്ള ഒരു മതിൽ അല്ലെ, ഒരു ചെറിയ പാളി, അതിനിടയിലേക്കാണ് ഈ എയറുകൾ കൂടുതലായിട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോഴെന്താണ് ന്യൂമോത്രാക്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പോയിന്റ് എയർ പ്രഷർ ഇൻ ദ ലങ്സ് ഗോയിങ് ബിയോണ്ട് എ നോർമൽ ലിമിറ്റ്. അതായത് നോർമൽ ലിമിറ്റിനേക്കാൾ അപ്പുറം അതിലേക്ക് എയർ പ്രഷർ വരുന്നുണ്ട് അല്ലെ. നമ്മള് വെന്റിലേറ്ററിന്റെ സഹായം വരുമ്പോൾ അങ്ങനെ ലങ്സിന് ഇഞ്ചുറീസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. നമ്മളിപ്പോ സാധാരണയിൽ കവിഞ്ഞ് ഒരു അമിതമായിട്ടുള്ള ഒരു വായു പ്രവേശനം വരുമ്പോൾ അത് വീഴ്ത്താനും ചെറിയ ചെറിയ ഇഞ്ചുറീസ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഞാൻ എന്താണ് എയർ ഓക്കെ ആണോ? ഫസ്റ്റ് പോയിന്റ് ഓക്കെ. അപ്പൊ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ തകർന്ന ശ്വാസകോശത്തിലേക്ക് എത്തുന്നു അല്ലെ. ഇതാണ് ന്യൂമോത്രാക്സിന്റെ മീനിങ് എന്ന് പറയുമ്പോൾ തകർന്ന ശ്വാസകോശമാണ്. ആ തകർന്ന ശ്വാസകോശം വരാനായിട്ടുള്ള സാധ്യത വരുന്നത് എന്താണ്? എയർ സീപ്പ് ഇൻ ടു ദ സ്പേസ് ബിറ്റ്വീൻ ദ ലങ്സ് ആൻഡ് ചെസ്റ്റ് വാൾ അല്ലെ. ചെസ്റ്റ് വാളിന്റെയും ലങ്സിന്റെയും ഇടയിലാണ് ഈ എയർ വന്ന് തട്ടുന്നത്. അങ്ങനെ വന്ന് എന്താണ് അതിലേക്ക് എന്താണ് തകരാനായിട്ട് അല്ലെ. ശ്വാസകോശത്തിന്റെ ആ ഒരു പ്രധാനമായിട്ടുള്ള പ്രതലത്തിന് അതിന് കേടുപാട് സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതാണ് ന്യൂമോത്രാക്സ് പോലെ അല്ലെ. തകർന്ന ശ്വാസകോശം സംഭവിക്കാനായിട്ടുള്ള സാധ്യതയാണ് നെക്സ്റ്റ് പറയുന്നത്. എന്താണ് ഓക്സിജൻ ടോക്സിറ്റി. അതായത് നമ്മൾ അല്ലെ സാധാരണ അമിതമാം വെള്ളം ഓക്സിജൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ ആവശ്യത്തിന് വലിച്ചെടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയല്ല ചെയ്യുന്നത് അല്ലെ. കുറച്ചും കൂടി ശരീരത്തിലേക്ക് വെന്റിലേഷന്റെ സഹായം വരുമ്പോൾ യാന്ത്രികമായിട്ടാണ് ഓക്സിജൻ പുഷ് ചെയ്ത് പോകുന്നത് അല്ലെ. അപ്പൊ ടു മച്ച് ഓക്സിജൻ ഇൻ ടു ദ ലങ്സ്, അവിടെ കൂടുതൽ ഓക്സിജൻ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ അതും ഒരു പ്രധാനപ്പെട്ട ഒരു റീസൺ തന്നെയാണ്. ഈ ഒരു ലങ് ഇഞ്ചുറി വരാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ ആണ്. കൂടുതലായിട്ട് നമ്മുടെ ഓക്സിജൻ പ്രവേശിച്ച് അതിലൂടെ എന്താണ് വിഷബാധ വരാനായിട്ട് അല്ലെ. നമ്മൾ ഏത് മൂലകമാണെങ്കിലും അതിന് അധികമാകുമ്പോൾ അതിന് അമൃത വിഷം എന്ന് പറയുന്ന മാത്രമേ തന്നെ എന്താണ് അത് കൂടുതലാവുമ്പോഴും ഇഞ്ചുറീസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്ക് സാധാരണ തോതിലുള്ള ഓക്സിജൻ ആഗിരണം ചെയ്ത് വലിച്ചെടുത്ത് മതിയായ രീതിയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളേണ്ട ആവശ്യകതയുള്ളൂ. പക്ഷെ ഇത് അധികമാവുമ്പോഴും ലങ് ഇഞ്ചുറി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, അതോടുകൂടി നമ്മുടെ റിസ്കുകൾ തീരുകയാണ്.
സെക്കൻഡ് പോയിന്റ് നോക്കാം. എയർ സീപ് ഇൻ ടു ദ സ്പേസ് ബിറ്റ്വീൻ ദ ലങ്സ് ആൻഡ് ചെസ്റ്റ് വാള് ന്യൂമോത്രാക്സ് അല്ലെ. അതായത് സീപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒഴുകി നടക്കുകയാണ് അല്ലെ. ഇൻ കേസ് ഓക്സിജൻ ആ ഒരു സ്പേസിലേക്ക് അല്ലെ, ആ എയർ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ വെന്റിലേഷന്റെ സഹായത്തോടു കൂടിയിട്ട് ചെസ്റ്റിന്റെ വാളിനും ലങ്സിനും ഇടയിലാണ് അത് ഒഴുകി നടക്കുന്നത്. അങ്ങനെ എന്താണ് ആ ഫ്ലോ അല്ലെ, ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫ്ലോയിലല്ല അത് പുഷ് ചെയ്യുന്നത്. ഇൻ കേസ് ആ എയർ വലിച്ചെടുക്കുന്നത് തീർച്ചയായിട്ടും എന്താണ്, അങ്ങനെ വരുമ്പോൾ ഒരു ബൾക്കായിട്ടുള്ള എയർ അവിടെ നിറയുകയും അവിടെ ആ ചെസ്റ്റിനും അതിനിടയിലും ഇഞ്ചുറീസുകൾ വരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ന്യൂമോത്രാക്സ് പോലെയുള്ള എന്നുവെച്ചാൽ തകർന്ന ശ്വാസകോശം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയറായോ? അപ്പൊ നമ്മുടെ റിസ്കുകൾ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള സാധ്യതകള്, ഇറിറ്റേഷൻ, വോക്കൽ കോഴ്സ് ഇഷ്യൂസ്, പൾമിനറി എഡിമ, ദെൻ ബ്ലഡ് ക്ലോട്ട്സ്, സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ, ദെൻ എന്താണ് ഫ്ലൂയിഡ് ഓവർലോഡ്, ലങ് ഇഞ്ചുറി. ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട വെന്റിലേറ്റർ കുറച്ച് അധിക നാൾ നമ്മൾ യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരാവുന്ന സാധ്യതയുള്ള കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഹു അറ്റൻഡ്സ് ടു ദ പേഷ്യന്റ് ഓൺ മെക്കാനിക്കൽ വെന്റിലേറ്റർ അല്ലെ. ആരൊക്കെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്? മെക്കാനിക്കൽ വെന്റിലേറ്ററിന്റെ സഹായങ്ങളെ ആരൊക്കെയാണ് നമ്മൾ കൈകാര്യം ചെയ്യപ്പെടേണ്ടി വരുന്നത്? The patients who are mechanically ventilated, care providers like physicians, anesthetists, then a pulmonary specialist, physiotherapist or a respiratory therapist, and nurses are liable to take care of them. അതായത് അവരല്ലേ സാധാരണ രീതിയിൽ അവരുടെയൊക്കെ പരിധിയിലാണ്. അതായത് ഇത്തരത്തിലുള്ള വെന്റിലേറ്ററിന്റെ സഹായം ആർക്കൊക്കെയാണ് സാധാരണ പേഷ്യൻസിന് ഉപയോഗിക്കേണ്ടതായിട്ട് വരും അല്ലെ. ആ പേഷ്യൻസിന് ഇത്തരത്തിലുള്ള ആരൊക്കെയാണ് ഇത്തരത്തിലുള്ള വെന്റിലേഷൻ സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരുന്നത് അല്ലെ, ലയഫളായിട്ടുള്ളത് ആരോഗ്യ ബാധ്യസ്ഥതയിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. ആരോഗ്യ ബാധ്യസ്ഥതയിലാണ് നമുക്കറിയാം അവിടെ രോഗിയെ പരിചരിക്കുന്ന ഡോക്ടേഴ്സ്, അവർക്ക് അത് നിർവഹിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അനസ്തീഷ്യസ് ചിലപ്പോൾ അവരെ വെന്റിലേറ്ററുടെ സഹായം വേണമെന്ന് മസ്റ്റായിട്ട് നിർദ്ദേശിക്കും. പൾമിനറി സ്പെഷ്യലിസ്റ്റുകൾ നമുക്കറിയാം ശ്വാസകോശവുമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരെ മാത്രം കൈകാര്യം ചെയ്യുന്ന അല്ലെ പൾമനോളജി വിഭാഗം സ്പെഷ്യലിസ്റ്റുകൾ തീർച്ചയായിട്ടും നിർദ്ദേശിക്കും. ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലെ, നമുക്കറിയാം നെഞ്ചുവേദന ശ്വാസമുട്ടൊക്കെ ആയിട്ട് ഫിസിഷ്യന്റെ അടുത്ത് ചെല്ലുമ്പോഴും ഡോക്ടേഴ്സ് തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് ചെല്ലുമ്പോഴും വെന്റിലേഷന്റെ സഹായം വേണമെന്നുള്ളതും അവരതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്, അതായത് ശ്വാസകോശവുമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരെ കൈകാര്യം ചെയ്യുന്നവരെ അല്ലെ ശുശ്രൂഷിക്കുന്നവരെ. ആൻഡ് നഴ്സസ് ആർ ലയബിൾ ടു ടേക്ക് കെയർ ഓഫ് ദെം. അവരൊക്കെയാണ് സാധാരണയായിട്ട് പരിചരിക്കാനായിട്ട് അല്ലെ, ആ പരിചരിക്കേണ്ട ആ ബാധ്യസ്ഥരായിട്ടുള്ള വ്യക്തികൾ. അവരായിരിക്കും നിർദ്ദേശിക്കുക ഈ വ്യക്തിക്ക് ഇന്ന വെന്റിലേഷൻ വേണം, അപ്പൊ അതിനുള്ള സജ്ജീകരണങ്ങൾ അവരുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും അത് സജ്ജമാക്കി കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? പൾമിനോളജി അല്ലെങ്കിൽ പൾമിനറി സ്പെഷ്യലിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്നൊക്കെ പറയുന്നത് അവരെല്ലാം ലങ്സുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്നവരാണ്. ഓക്കെ, അനസ്തേഷ്യാസിസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. അനസ്തേഷ്യസ്റ്റ് അവരെന്ന് പറഞ്ഞാൽ അനസ്തേഷ്യ കൊടുക്കുന്നവരെ അവർക്കറിയാം സർജറിയുടെ ടൈമില് അല്ലെങ്കിൽ റിക്കവർ ആകുന്ന ടൈമില് വെന്റിലേഷന്റെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പൊ അത് മുൻകൂട്ടി തന്നെ വെന്റിലേഷൻ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടവരാണ്. തീർച്ചയായിട്ടും പേഷ്യൻസിന് സർജറിയുടെ ടൈമിലൊക്കെ അത് മസ്റ്റായിട്ട് കീപ്പ് ചെയ്യേണ്ടതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളവരാണ് ഇതിന് പ്രധാനമായിട്ടും ബാധ്യസ്ഥരായിരിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ.
നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ വെന്റിലേറ്ററിന്റെ ഓരോ സെക്ഷൻ ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നതാണ്. ലാസ്റ്റ് വരുന്നത് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ, അതായത് ഇതുമായി ബന്ധപ്പെട്ട ഈ വെന്റിലേഷൻ അത് കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെ. അത് പ്രോപ്പർ ആണോ എന്ന് ശ്രദ്ധിക്കണം, കൃത്യമായിട്ട് തന്നെ അല്ലെ അത് പ്ലേസ് ചെയ്യണോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. പ്രിവെന്റീവ് മെയിൻ്റെനൻസ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ. പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ് ടു ബി ഡൺ പീരിയോഡിക്കലി, അതായത് ഉപകരണത്തിന്റെ ആ പ്രതിരോധ പരിപാലനം അത് ആനുകാലികമായിട്ട് നടത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, മുൻകരുതലും കേസ് എന്തെങ്കിലും കേടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് ആ എക്യുപ്മെന്റ് നല്ല കൃത്യമായിട്ട് തന്നെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കത്തക്ക വിധത്തിലാക്കി മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തേണ്ടതുണ്ട്. Then obtainability of well-trained staff in care of patients in a ventilator. അതായത് നമുക്കറിയാം വെന്റിലേറ്ററിലുള്ള രോഗികളെ പരിചരിക്കുന്നതിന് നല്ല പരിചയം ഉള്ള വ്യക്തികൾ അല്ലെ, നല്ല പരിശീലനം ലഭിച്ച ജീവനക്കാർ തന്നെയായിരിക്കണം ആ വെന്റിലേറ്ററിലുള്ള വ്യക്തികൾക്ക് വെന്റിലേറ്ററിന്റെ സഹായമൊക്കെ ലഭ്യമാക്കി കൊടുക്കേണ്ടത്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ സ്ട്രിക്റ്റ് പ്രോട്ടോകോൾ ദ കെയർ ഓഫ് വെന്റിലേറ്റർ പേഷ്യൻസ്, അതായത് അവിടെ വെന്റിലേറ്ററിന്റെ രോഗികളുടെ പരിശീലനത്തിന് അല്ലെ അത് കർക്കശമായിട്ടുള്ള ഒരു പ്രോട്ടോകോളിന് വിധേയമാക്കി. നമുക്കറിയാം ഓപ്പറേഷൻ നടത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ ഉണ്ടോ അത് അവർക്ക് അനുയോജ്യ അല്ലെ ഹെഡ് സാധാരണ പേഷ്യന്റിനോട് ഒപ്പം തന്നെ ആ ഹെഡിനോട് ചേർന്ന വിധത്തിൽ തന്നെയൊക്കെ സ്ഥാപിക്കേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് തന്നെ ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോളുകൾ കേസ് വെന്റിലേറ്റർ ഉപയോഗിക്കുമ്പോൾ വരുന്ന ആ പ്രോട്ടോകോളുകൾ അത് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പേഷ്യൻസിന് ഉറപ്പ് ആക്കി കൊടുക്കേണ്ടതുണ്ട്. then എന്താണ് സഫിഷ്യന്റ് റിസോഴ്സസ് ഷുഡ് ബി അവൈലബിൾ, അതായത് മതിയായ റിസോഴ്സസ് അതിന് അവൈലബിൾ ആക്കണം. അതായത് ഇൻ കേസ് വെന്റിലേറ്റർ ഒക്കെ പെർഫെക്റ്റ് ആണോ അല്ലെ നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട് അനുയോജ്യമായ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം. കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു വെന്റിലേറ്റർ ഉണ്ടെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ, കൃത്യമായിട്ട് തന്നെ ആ പേഷ്യന്റിനെ ലഭ്യമാക്കി കൊടുക്കുക. അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള ചിലപ്പോഴെങ്കിൽ അവിടെ ഹ്യൂമൻ ബീയിങ്ങിന്റെ ആ റിസോഴ്സസ് റിസോഴ്സസ് അവിടെ ആവശ്യമായിട്ടുണ്ടാവും. അത് കൃത്യമായിട്ട് തന്നെ നിർവഹിക്കേണ്ടതായിട്ട് വരും. അവർ ലയബിളായിട്ട് തന്നെ ആ മെഷീന്റെ പ്രവർത്തനങ്ങൾ ലഭ്യമാക്കി കൊടുക്കേണ്ടതുണ്ട്. അതാണ് സഫീഷ്യന്റ് റിസോഴ്സസ് ഷുഡ് ബി അവൈലബിൾ, കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് അവരെല്ലാം ലഭ്യമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇതെല്ലാം എന്താണ് നമ്മുടെ വെന്റിലേറ്ററിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ടതാണ്. അത് പ്രോപ്പർ ആണെന്ന് നോക്കേണ്ടതുണ്ട്. ദെൻ അത് മാത്രമല്ല അത് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് അത് കൈകാര്യം ചെയ്ത് കൊടുക്കേണ്ടത്. എന്താ പറയുക ഒരു കൃത്യമായ ഒരു പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് തന്നെയാണ് അത് ലഭ്യമാക്കി കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വെന്റിലേഷൻ സൗകര്യം ഉണ്ടാവണം, അത് കൈകാര്യം ചെയ്യാനായിട്ട് മതിയായ പേഴ്സൺ അതെല്ലാം ആ റിസോഴ്സസ് അവൈലബിൾ ആക്കിയിരിക്കുകയും വേണം. ഓക്കെ, നമ്മുടെ വെന്റിലേറ്റർ നമ്മുടെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഫസ്റ്റ് ഒന്നുകൂടി പറയാനുണ്ട്. The preventive maintenance of equipment to be done periodically, അതായത് പീരിയോഡിക്കൽ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു മെഷീൻ അത് എന്താ പറയാ ആ ടൈമിൽ മാത്രം നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് കേടുപാടുണ്ടെങ്കിൽ പ്രശ്നമാവില്ലേ, കുഴപ്പമുണ്ടാവോ? ഒരു സർജറിയുടെ ടൈമിൽ നമ്മൾ ആ വെന്റിലേറ്റർ മെഷീൻ ഉപയോഗിക്കുമ്പോഴാണ് ഒരു പ്രശ്നം ഉണ്ടാവുന്നത് അറിഞ്ഞ പ്രശ്നം ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അത് പീരിയോഡിക്കലി അത് മെയിൻറ്റെയിൻ ചെയ്യണം, അത് പരിപാലിച്ചു കൊണ്ട് പോകണം അല്ലെ. അപ്പൊ അതാണ് പറയുന്നത് പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ് ടു ബി ഡൺ പീരിയോഡിക്കലി. എന്നുവെച്ചാൽ നമുക്കറിയാം ചിലപ്പോൾ ആണെങ്കിൽ വീക്കിലി അല്ലെ ഒരു ഹോസ്പിറ്റലിൽ ഒരു പ്രോട്ടോകോൾ ഉണ്ടാവും, വീക്കിലി എങ്കിലും അത് പരിപാലനം അതിന് ആനുകാലികമായിട്ട് തന്നെ അത് പരിപാലിച്ചു പോകണം. ഓരോ ടൈം ടു ടൈമില് അത് ഓക്കെ ആണോ ക്ലിയർ ആണോ എന്നുള്ളത് അത് മെയിൻറ്റെയിൻ ചെയ്താലേ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടതുണ്ട്. ഞാൻ എന്തെങ്കിലും കേടുപാടുകളാണെങ്കിൽ പരിഹരിക്കേണ്ടതുണ്ട്. സെക്കൻഡ് പോയിന്റ് പറയുകയാണെങ്കിൽ ഒബ്റ്റൈനബിലിറ്റി ഓഫ് വെൽ ട്രെയിൻഡ് സ്റ്റാഫ് ഇൻ കെയർ ഓഫ് പേഷ്യൻസ് വെന്റിലേറ്റർ. ഇങ്ങനെ പരിശീലനം ലഭിച്ചവര് ആയിരിക്കണം ഇത് അല്ലെ കൈകാര്യം ചെയ്ത് കൊടുക്കാനായിട്ട്. പേഷ്യന്റിന് വെന്റിലേറ്ററിന്റെ സഹായം വേണമെന്ന് തോന്നിയ ഏതെങ്കിലും ഒരു അസിസ്റ്റന്റ് അവന് ആ വ്യക്തിക്കാണെങ്കിലും അത് ചെയ്തു കൊടുക്കാനായിട്ടുള്ള കഴിവുണ്ടാവണം അല്ലെ. കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ ആ ട്യൂബ് കൃത്യമായിട്ട് തന്നെ അത് അവൈലബിൾ ആക്കി കൊടുക്കണം അല്ലെ. അതിന് കഴിവില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് രോഗിയെ സംബന്ധിച്ച് ഒന്നും കൂടി അല്ലെ ഡിസോർഡർ ആവാൻ അവരുടെ ആ ഒരു രോഗം വഷളായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്, ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ അത് തന്നെയാണ് അവിടെ പറയുന്നത്. അവിടെ ഒബ്റ്റൈനലി ഓഫ് വെൽ ട്രെയിൻഡ് സ്റ്റാഫ് ഇൻ കെയർ ഓഫ് പേഷ്യൻസ് ഇൻ വെന്റിലേറ്റർ. ഓക്കെ, അപ്പൊ വെന്റിലേറ്റർ കൈകാര്യം ചെയ്യാനായിട്ട് ആ പേഷ്യന്റിന് ആ പരിചരണം ലഭ്യമാക്കാനായിട്ട് നല്ല ട്രെയിനിങ്
കിട്ടിയ വ്യക്തികളെ അവിടെ അവൈലബിൾ ആക്കേണ്ടതുണ്ട്. പിന്നെ അത് മാത്രമല്ല സ്ട്രിക്റ്റ് പ്രോട്ടോകോൾ. ഇനി ഏതെങ്കിലും പോയിന്റ് ഉണ്ടോ? പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് തന്നെ അവർക്ക് കൊടുക്കണം അല്ലെ. ഓരോ സർജറിക്കും മസ്റ്റായിട്ട് വെന്റിലേറ്ററിന്റെ സഹായമൊക്കെ തേടി മസ്റ്റായിട്ട് വേണ്ടി വരും. അപ്പൊ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് അടുത്ത സർജറിക്കും എന്താണ് അവിടെ വെന്റിലേറ്റർ കൃത്യമായിട്ട് തന്നെ അവിടെ അവൈലബിൾ ആക്കണം. അപ്പൊ അതൊരു എന്താണ് അല്ലെ, ഓരോ പേഷ്യന്റിനും അർഹിക്കപ്പെടുന്നതാണ്. അത് ആ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് തന്നെ അവിടെ ഉറപ്പുവരുത്തണം. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്താണ് നമ്മുടെ വെന്റിലേറ്റർ മാത്രം അവിടെ ഉറപ്പാക്കിയാൽ മാത്രം പോരാ, അത് കൈകാര്യം ചെയ്യാനായിട്ട് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാഫും അല്ലെ അവൈലബിൾ ആക്കണം. അങ്ങനെയുള്ള റിസോഴ്സസ് ഒക്കെ ഓക്കെ ആണെന്നും ഉറപ്പ് വരുത്തേണ്ടതും ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഓക്കെ ആണോ? നമ്മൾ വെന്റിലേറ്ററിന്റെ ചാപ്റ്റർ തീർന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നോക്കാം. ചെറിയ ചാപ്റ്റർ ആണ്. നമുക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോ ഈസി ആയിരുന്നോ? ഓക്കെ, സിമ്പിൾ ചാപ്റ്റർ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാം. sedation എന്ന് പറയുന്നത് sedation എന്ന് പറയുമ്പോൾ മരുന്നുകൾ അല്ലെ, നമ്മൾ മയങ്ങി കിടക്കുന്ന മരുന്നുകളാണ് സെഡേഷൻ കൊടുക്കുക എന്നുള്ളത് പ്രധാനമായിട്ട് വരുന്നത്. ഈ മയങ്ങി കിടക്കുന്ന മരുന്നുകൾ എപ്പോഴെപ്പോഴും അല്ലെ അവര് അസുഖവുമായി ബന്ധപ്പെട്ടായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും മാനസിക അല്ലെ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവരായിരിക്കും. പെയിനൊക്കെ ഒരുപാട് വരുന്നവര്, എന്തെങ്കിലും ആക്സിഡന്റ് കേസുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് അത് അല്ലെ ആ ഒരു നില അല്ലെ ആ ഒരു ആരോഗ്യനില തരണം ചെയ്ത് വരുന്നത് വരയ്ക്കുമൊക്കെ ആയിരിക്കും ഈ സെഡേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരുന്നത് അല്ലെ. സെഡേഷൻ കൊടുത്ത ഒരു വെന്റിലേറ്ററിന്റെ സഹായത്തോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. ഇങ്ങനെ സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ അങ്ങനെ കൊടുക്കുന്ന മയങ്ങിക്കിടക്കുന്ന മരുന്നുകളും ഈ വെന്റിലേറ്ററിന്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് ഒരുപാട് നാൾ കിടക്കുമ്പോൾ അവർക്ക് ഓർമ്മക്കുറവുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം അവരെ നാച്ചുറലി അവരുടെ എല്ലാം അവയവങ്ങളും വർക്കിംഗ് ആയിട്ടല്ല. ഓക്കെ, പറയാം. വർക്കിംഗ് അല്ലാതെയാണ് അവരെന്താണ് അവര് വരുന്നത് അല്ലെ. വർക്കിംഗ് അല്ലാതെയാണ് അവരുടെ നാച്ചുറലി ആയിട്ടുള്ള ഒരു പ്രവർത്തനമല്ല അല്ലെ, ഹ്യൂമൻ ബോഡിയുടെ പ്രവർത്തനമല്ല അവിടെ ലഭ്യമാകുന്നത്. അങ്ങനെ വരുമ്പോഴെന്താണ് ചില കാര്യങ്ങളൊക്കെ മറന്നു പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കേസ് നമുക്കറിയാം വെന്റിലേറ്റർ മാറ്റി കുറച്ച് നാള് അല്ലെ കുറെ മെഡിസിൻസ് ഒക്കെ പതിയെ മാത്രമായിരിക്കും അവർക്ക് റിക്കവർ ചെയ്ത് പോരാനായിട്ട് സാധിക്കുള്ളൂ. ദിസ് ക്യാൻ ബി റിസൾട്ടഡ് ബൈ ദ സെഡേറ്റീവ് ആൻഡ് മെനി അതർ മെഡിക്കേഷൻ provided to an individual who is on ventilator with the breathing tube. അപ്പൊ വെന്റിലേറ്ററിന്റെ ബ്രീത്തിങ് ട്യൂബിന്റെ ഒക്കെ സഹായത്തോടു കൂടിയിട്ട് ഒരുപാട് മയങ്ങി കിടക്കുന്ന മെഡിസിൻ ഒക്കെ ഉപയോഗിച്ച് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ സാധാരണ രീതിയിൽ ഈ ഒരു റിസ്ക്കും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അവർക്ക് ഡിമെൻഷ്യ വരാനായിട്ടുള്ള അല്ലെ ചെറിയൊരു തോതിലുള്ള ഓർമ്മക്കുറവ് വരാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെയാണ്. Then next lung injury ഒന്നും കൂടി ലാസ്റ്റ് തേർഡ് പോയിന്റ് ലാസ്റ്റ്. ഓക്കെ, lung injury നോക്കാം. A ventilator can cause lung damage. This can occur for several reasons. അതായത് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ചെറിയ ഇഞ്ചുറീസുകൾ അല്ലെ, ശ്വാസകോശ പരിക്കുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. താഴെ പറയുന്ന കാരണങ്ങളാലാണ് അങ്ങനെ വരുന്നത്. അതായത് ഫസ്റ്റ് വൺ പറയുന്നത് എയർ പ്രഷർ അല്ലെ. വെന്റിലേറ്റർ സാധാരണ രീതിയിൽ ഓക്സിജൻ പുഷ് ചെയ്ത് പോവുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഓൾറെഡി എയർ പ്രഷർ കൂടുതൽ ഫെയിലിയർ. ഓക്കെ, അതിന്റെ സബ് പോയിന്റില് തേർഡ്
ഓക്കെ, ഫ്ലൂയിഡ് ഓവർലോഡ് എന്ന് പറയുമ്പോൾ ദിസ് ക്യാൻ ബി കോസ്ഡ് ബൈ എ കണ്ടിന്യൂസ് ഇൻഫ്യൂഷൻ ഡ്രഗ്, ടോക്സൈറ്റി ആൻഡ് റീനൽ ഫെയിലിയർ എന്ന് പറയുമ്പോൾ അവിടെ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള മെഡിസിൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് മെഡിസിൻസ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഇൻഫ്യൂഷൻ ഡ്രഗ് എന്ന് പറയുമ്പോഴും ഇങ്ങനെ തന്നെയാണ്, സെഡേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ തന്നെയാണ്. അത് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അവിടെ എന്താണ് വിഷാംശം വരാനായിട്ടുള്ളത്. അതായത് നമുക്കറിയാം ഒരു സൈഡ് ഫാക്ടർ അല്ലേ, നമ്മൾ ഏതൊരു മെഡിസിനും ചിലപ്പോഴൊക്കെ എന്താണ് അതിലെ ചില കണ്ടന്റുകളെല്ലാം വിഷപദാർത്ഥങ്ങളായിട്ട്, അതാണ് ടോക്സിറ്റി എന്നുള്ളത് മീൻ ചെയ്യുന്നത്. അതായത് സൈഡ് എഫക്റ്റുകൾ വരാൻ സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ വരുമ്പോഴെന്താണ് അവിടെ കിഡ്നി ഫംഗ്ഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ അവിടെ നടത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കാതെ വരും. അങ്ങനെ എത്തിയ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിൽ വരാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. Okay, fluid overload, this can be caused by continuous infusion drug toxicity and renal failure. Okay, clear ആയോ? അപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും ഓക്കെ അല്ലേ? വെന്റിലേറ്ററിന്റെ ചാപ്റ്റർ അവസാനിപ്പിക്കട്ടെ, നമുക്ക് അടുത്തൊരു ചാപ്റ്റർ തുടങ്ങാം. ഈ പേപ്പറിൽ തന്നെ നമുക്കൊരു ചാപ്റ്ററും കൂടെയുണ്ട്, ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ്. കൈവശമുണ്ടോ? എന്തായാലും ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യില് വെന്റിലേറ്റർ കഴിഞ്ഞിട്ട് വരുന്നത് ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണല്ലേ. ഏതാണ്ട് ഇന്റൻസീവ് കെയർ യൂണിറ്റിലൊക്കെയാണ് പ്രധാനമായിട്ട് വെന്റിലേറ്ററിന്റെ സഹായമൊക്കെ ആവശ്യമായിട്ട് വരുന്നത് അല്ലേ. ഒരു ചാപ്റ്റർ കൂടി ഇനിയുണ്ടോ? ഫസ്റ്റ് മൊഡ്യൂളിൽ ഇനിയും ഫസ്റ്റ് പേപ്പറിൽ ഇനിയുണ്ടായിരുന്നു ലെസൺസ് എടുക്കാനായിട്ട്. ലെസണുകൾ എടുക്കാറുണ്ടോ ഫസ്റ്റ് മൊഡ്യൂളിൽ? എന്തായാലും ഒരുപാട് ലെസൺസ് കാണില്ല അല്ലെ, ഒന്ന് രണ്ടെണ്ണം കാണുള്ളായിരിക്കും. അപ്പൊ ഇന്റൻസീവ് കെയർ യൂണിറ്റ് നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയാം അല്ലെ, എല്ലാവർക്കും അറിയാം ഇന്റൻസീവ് കെയർ യൂണിറ്റില് അല്ലെ ICUയിലൊക്കെ എപ്പോഴാണ് അഡ്മിറ്റ് ചെയ്യേണ്ട വരുന്നത്? സാധാരണ ഈ നോർമൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റിന് ഇന്റൻസീവ് കെയർ യൂണിറ്റില് അഡ്മിറ്റ് ആവേണ്ട ആവശ്യം ഉണ്ടാവാറുണ്ടോ? ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജില്ല അല്ലെ, ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജുകൾ എന്തെങ്കിലും കഫാടൊക്കെ വന്ന് എന്തെങ്കിലും അല്ലെ നമ്മുടെ ആരോഗ്യനില ഇത്തിരി വഷളാകുന്ന സ്റ്റേജിലൊക്കെയാണ് അവിടെ അഡ്മിറ്റ് ആയിട്ട് വരേണ്ടത് അല്ലെ, എമർജൻസി കേസിൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെ അഡ്മിറ്റ് ആവുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, സാധാരണ രീതിയിൽ ഡോക്ടർ നഴ്സുമാര് മാത്രമല്ല അവിടെ കുറെ ഉപകരണങ്ങൾ കാണും അല്ലെ, ഉണ്ടാവില്ലേ? ഓക്കെ, എമർജൻസി കാര്യങ്ങൾ സമയങ്ങളാണ്. ഇങ്ങനെ വരുമ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ അല്ലെ ഡോക്ടേഴ്സിലും നഴ്സുമാരെ മാത്രമല്ല ഇതാണ് പലതരത്തിലുള്ള മെഡിസിനുകൾ അവൈലബിൾ ആക്കുന്നതോടൊപ്പം തന്നെ കുറെ ഉപകരണങ്ങളും കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അല്ലെ, പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മോണിറ്റർ ചെയ്ത് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവരത്തരം എക്യുപ്മെന്റ്സിന്റെ സഹായത്തോട് കൂടിയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത് അല്ലെ. അപ്പൊ ഇതില് ചെറിയൊരു പിക്ചർ കാണിച്ചിട്ടുണ്ട്, അതിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ പേടിപ്പെടുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അല്ലെ ഒറ്റ നോട്ടത്തില്. പക്ഷെ നമുക്കറിയാം എല്ലാത്തിനും എവാലുവേറ്റ് ചെയ്ത് വിലയിരുത്താനായിട്ട് എല്ലാ പേഷ്യന്റിന്റെ എല്ലാ കണ്ടീഷൻസും കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് മോണിറ്റർ ചെയ്തിട്ട് അത് കൃത്യമായിട്ടുള്ള പരിശീലനം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മെഷീന്റെ ഒക്കെ അവൈലബിലിറ്റി അവിടെ ഉറപ്പുവരുത്തുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് എന്താണ് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. A unit in a hospital that provides intensive care for a critically ill or injured patient which is operated by a specially trained medical staff and has equipment that allows for continuous monitoring and life support. സാധാരണയായിട്ട് ഈ യൂണിറ്റില് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ പറഞ്ഞു ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള അല്ലെ
കുറച്ചും കൂടി എമർജൻസി കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസിനെയാണ് ഈ ഒരു യൂണിറ്റിൽ അഡ്മിറ്റ് ആക്കാറുള്ളത്. ഇൻജേർഡ് പേഷ്യന്റ് വിച്ച് ഈസ് ഓപ്പറേറ്റഡ് ബൈ സ്പെഷ്യലി ട്രെയിൻഡ് മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് ഹാസ് എക്യുപ്മെന്റ് ദാറ്റ് അലൗസ് ഫോർ കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ആൻഡ് ലൈഫ് സപ്പോർട്ട്. അതായത് അവിടെ നമുക്കറിയാം നല്ല പ്രാക്ടീസർ ആയിട്ടുള്ള അല്ലെ ട്രെയിൻഡ് നല്ല വൈദ്യുതി നിറഞ്ഞ മെഡിക്കൽ സ്റ്റാഫുകളായിരിക്കും അവിടെ ഡ്യൂട്ടിക്ക്. നമുക്കറിയാം ഡോക്ടേഴ്സും നല്ല പരിശീലന സമ്പന്നരായിട്ടുള്ള നഴ്സുമാരുടെ ഒക്കെ പരിശീലനം ആയിരിക്കും അവിടെ ഉറപ്പുവരുത്തുക. അത് മാത്രമല്ല നമ്മൾ കണ്ടു എന്താണ് പലതരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ അവിടെ മസ്റ്റായിട്ടും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. കാരണം ഇതിനു വേണ്ടിയില്ല അത് ഒന്നില്ലെങ്കിൽ രോഗിയുടെ മോണിറ്ററിങ് അല്ലെ അവിടെ ആരോഗ്യനിലകളൊക്കെ ഏതാണെന്ന് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ലൈഫ് സപ്പോർട്ട് അല്ലെ ജീവൻ രക്ഷാ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ മസ്റ്റായിട്ടും അവിടെ ഉപയോഗിക്കുന്നത് അവിടെ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ എമർജൻസി ഉണ്ട് അല്ലെ എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ്. അവിടെ ഓൾമോസ്റ്റ് നമുക്കറിയാം അത്യാവശ്യം രോഗനിർണയ അല്ലെ കേസ് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അല്ലെ എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ജീവൻ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ ഇപ്പൊ വെന്റിലേറ്റർ പോലെയുള്ള മെഷീൻസുകളൊക്കെ അവിടെ മസ്റ്റ് ആയിട്ടും ഉണ്ടാവും. അത് മാത്രമല്ല അവിടെ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും അവിടെ പൊതുവെ വർക്ക് ചെയ്യാറുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ആണോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. Patients may be referred either patients may be referred either directly from an emergency department or from a ward if their condition rapidly or immediately after surgery if the so after surgery. In case നമുക്ക് നോക്കാം എന്താണ് സാധാരണ രീതിയിൽ നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകുന്നത് എങ്ങനെ എന്തെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജസ് അല്ലെ ഇൻ കേസ് ഒരു ആക്സിഡന്റ് പെട്ടെന്ന് അല്ലെങ്കിൽ രോഗി തലടിച്ച് വീണോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അല്ലെ അല്ലെങ്കിൽ പ്രഷർ പെട്ടെന്ന് കുറഞ്ഞു പോകുന്നു കൂടിപ്പോ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും പേഷ്യന്റ് മേ ബി റെഫേർഡ് either ഡയറക്റ്റ്ലി അല്ലെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സംഭവിക്കുമ്പോഴൊക്കെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എമർജൻസി വിഭാഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ആയിട്ടുള്ള ഇൻപേഷ്യന്റ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആരോഗ്യ നിലയില് എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെ അത് വഷളായി വരുന്ന സാഹചര്യത്തിലായിരിക്കും അവര് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന വാർഡിൽ നിന്നൊക്കെ ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ, ശരിയല്ലേ? ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കണ്ടീഷൻ ആ സമയങ്ങളിൽ സാധാരണ രീതിയിൽ ഡയറക്റ്റ് ആയിട്ടും രോഗികളെ കൊണ്ടുവരുന്നു. അല്ലാതെ ആരോഗ്യനില വഷളാവുന്ന സാഹചര്യത്തിലും പേഷ്യൻസിനെ എന്താണ് പെട്ടെന്ന് തന്നെ റാപ്പിഡ്ലി അല്ലെ എത്രയും പെട്ടെന്ന് തന്നെ രോഗിയെ ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. എന്താ പറയുന്നത് if the surgery is very invasive and the patient is at high risk of complications. In case ശസ്ത്രക്രിയ കഴിയുമ്പോഴും ചിലപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാം അല്ലെ. അവരെ ഒബ്സർവേഷൻ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ടൈമുകളിലൊക്കെ ആണെങ്കിലും എന്താണ് രോഗിക്ക് ചിലപ്പോൾ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോഴും എന്താണ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലേക്ക് നമ്മൾ കൈമാറ്റേണ്ടതായിട്ട് വരും. If the surgery is very invasive and the patient is a high risk of complications, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികളൊക്കെ വരുമ്പോഴും ഈ ഒരു ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടായിരിക്കും രോഗിയെ പരിശീലിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്നുള്ളത് മനസ്സിലല്ലേ? ICU എന്ന് പറയുന്നത് എന്താന്നുള്ളത് ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതാണ്. ICUയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നതെന്നുള്ളതും എക്യുപ്മെന്റ്സും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും. പിന്നെ ഏതൊക്കെ ടൈമില് അല്ലെ നമ്മള് ICUയിലേക്ക് രോഗികളെ ഷിഫ്റ്റ് ചെയ്യും, വാർഡിൽ നിന്നൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നത് അങ്ങനെ രോഗി വഷളാവുന്ന ടൈമുകളിലൊക്കെയാണ്. പിന്നെ അതേമാതിരി തന്നെ സർജറി സമയത്തൊക്കെ ക്രിട്ടിക്കൽ സ്റ്റേജുകൾ അല്ലെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളൊക്കെ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥ വരുമ്പോഴൊക്കെ ക്രിട്ടിക്കൽ യൂണിറ്റിലേക്ക് നമ്മൾ കൈകാര്യം മാറ്റുന്നതാണ്. നെക്സ്റ്റ് ഒരു ഭാഗത്തേക്ക് ഇപ്പോ ഓക്കെ ആണോ? ക്ലിയർ ആണോ? സ്പീഡ് കൂടുന്നുണ്ടോ? ഇതെങ്ങനെ നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്ത് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കാം. പരമാവധി നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് നമുക്ക് താഴേക്ക് പോകാം. ഓക്കെ,
ഓക്കെ, എനിക്ക് തോന്നി ഇത്തിരി സ്പീഡിൽ പോകുന്ന വളരെ. എന്തായാലും തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്ത് പോവാം. Patient may be referred either directly from an emergency department or from a ward if their condition rapidly or immediately after surgery. Rapidly എന്ന് പറയുമ്പോൾ പെട്ടെന്ന്, ഇമ്മീഡിയറ്റ് തന്നെയാണ് ആ മീനിങ് വരുന്നത്. കണ്ടീഷൻ പെട്ടെന്ന് തന്നെ അല്ലെ ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആ വ്യക്തിയെ കൊണ്ടുപോവേണ്ടതായിട്ട് വരുന്നത് ആ വിവരം പെട്ടെന്ന് അല്ലെ രോഗിയുടെ നിന്നെല്ലാം വഷളായി പോകുന്ന സാഹചര്യം, അപ്പൊ പെട്ടെന്ന് തന്നെ കൊണ്ടുപോകേണ്ടി വരും അല്ലെ. നമ്മളിപ്പോ എന്തെങ്കിലും എന്താണ് BP ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഓക്കെ രോഗിയുടെ നിലയ്ക്ക് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാൻ പറയില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതേമാതിരി തന്നെ or immediately after surgery if the surgery is a very invasive and the patient is at high risk of complications. എന്തെങ്കിലും കോംപ്ലിക്കേഷൻ നിറഞ്ഞ സർജറികളൊക്കെ അല്ലെ, സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടിയ സർജറിയൊക്കെ നടത്തിയതിനു ശേഷം അല്ലെ, ആ ശസ്ത്രക്രിയക്ക് ശേഷം വളരെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ബ്ലീഡിങ്ങോ എന്തെങ്കിലുമൊക്കെ കണ്ട് അല്ലെ, അതൊക്കെ ഒബ്സർവേഷൻ നിലയിൽ കണ്ടെത്തുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവരെയും എത്രയും പെട്ടെന്ന് എന്താണ് ICUയിലേക്ക് പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യും അല്ലെ. സാധാരണ രീതിയിൽ അങ്ങനെയൊക്കെയുള്ള പ്രത്യേക ഘട്ടങ്ങളിലാണ് ICUയിലേക്ക് നമ്മളെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇൻ കേസ് നേരിട്ട് ഇൻവെസ്റ്റീവ് എന്ന് പറയുന്ന ആക്രമണാത്മകമായ വെരി ഇൻവെസ്റ്റീവ് ആൻഡ് വിത്ത് ദ പേഷ്യന്റ് ഈസ് ഹൈ റിസ്ക്. അതായത് രോഗിയെ അല്ലെ, രോഗിയെ കാർന്നെടുത്ത് പോകാൻ സാധ്യതയുണ്ട് അല്ലെ, അങ്ങനെയൊക്കെയുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ. ക്ലിയറായോ? നമ്മളിപ്പോ ഹൈ ബ്ലീഡിംഗ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് രോഗിയുടെ പ്രഷറും BP അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് ഒക്കെ കാണുമ്പോൾ എത്രയും പെട്ടെന്ന് രോഗിയെ ICUയിലേക്ക് കൊണ്ടുപോകും. അവർ എന്തിനു വേണ്ടിയിട്ട് ICUയിലേക്ക് കൊണ്ടുവന്നപ്പോൾ മോണിറ്ററിംഗ് നടത്താൻ സാധിക്കും അല്ലെ. രോഗിയുടെ നില കൃത്യമായിട്ട് തന്നെ സംവിധാനം അവരുടെ ഫങ്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ടോ, എവിടെയെങ്കിലൊക്കെ വേരിയേഷൻസ് കാണിക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ എവിടെയാണ് വേരിയേഷൻ എന്ന് കണ്ടെത്തി അതിനനുസരിച്ചിട്ട് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. Who are cared for in the ICU? ആരൊക്കെയാണ് അല്ലെ, ആരെല്ലാം കെയർ ചെയ്യുന്നത്? Patients may have a planned admission after surgery, unexpected admission after an accident or admitted to a sudden and critical worsening of their health. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എന്താണ് അവരുടെ ആരോഗ്യം വേഴ്സണിംഗ് എന്ന് പറഞ്ഞാൽ വഷളായി പോകുന്ന സാഹചര്യം അല്ലെ, ക്രിട്ടിക്കലായിട്ട് വഷളായി പോകുന്ന സാഹചര്യത്തില് പെട്ടെന്ന് തന്നെ അല്ലെ സഡൻ ടു അഡ്മിറ്റ് ചെയ്യും, നമ്മളെ എത്രയും പെട്ടെന്ന് തന്നെ ICUയിലേക്ക് അഡ്മിറ്റ് ചെയ്യും. ഇൻ കേസ് അൺഎക്സ്പെക്ടഡ് അഡ്മിഷൻ ആഫ്റ്റർ ആൻ ആക്സിഡന്റുകളൊക്കെ സംഭവിക്കുമ്പോൾ തന്നെ അല്ലെ പ്രതീക്ഷിക്കാതെയാണ് നമുക്കറിയാം നാച്ചുറലി ഒരു പ്രശ്നമില്ലാത്ത വ്യക്തിയായിരിക്കും ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുമ്പോഴൊക്കെയാണ് അവരുടെ രോഗിയായി മാറുന്നതും അത് എന്താണ് ക്രിട്ടിക്കലൊക്കെ ആയിട്ട് മാറുന്ന അവസ്ഥയിലൊക്കെ വരുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താണ് പേഷ്യൻസ് മേ ഹാവ് എ പ്ലാൻഡ് അഡ്മിഷൻ ആഫ്റ്റർ സർജറി. സർജറിക്ക് ശേഷം ചിലപ്പോൾ നമ്മൾ നേരത്തെ കൂട്ടി നല്ലൊരു അല്ലെ നല്ല ഒരുക്കത്തോട് കൂടിയിട്ട് സർജറി ചെയ്യാൻ പോകുന്നതായിരിക്കാം, പക്ഷെ അവിടെയും എന്തെങ്കിലും സർജറിക്ക് ശേഷം എന്തെങ്കിലുമൊക്കെ സംതിങ് വരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇതേമാതിരി പെട്ടെന്ന് തന്നെ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതല്ലെങ്കിൽ എന്താണ് ആരോഗ്യനില ഇത്തിരി കൂടി വഷളായി പോകുന്നുണ്ട് എന്ന് അത് മനസ്സിലാക്കി എടുക്കുമ്പോഴൊക്കെയാണ് ഈ ഒരു ICUയിലേക്ക് ട്രീറ്റ്മെന്റ് വരുന്നത്. സം ഹോസ്പിറ്റൽസ് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരികയാണ് അങ്ങനെ ഏതൊക്കെ മാറ്റേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം. Some hospitals ICUs specialize in providing care for a particular health conditions or injuries that are include. Like ചില ഹോസ്പിറ്റലിൽ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ICUയിൽ തന്നെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. പൊതുവെ നമുക്കറിയാം
എല്ലാ ഹോസ്പിറ്റലും അങ്ങനെ തന്നെയാണ് അല്ലെ. ക്രിട്ടിക്കൽ ആയിട്ടുള്ള കേസുകൾ വരുമ്പോൾ ICUയിലേക്ക് ആയിരിക്കും പരിചരണ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. അതിന്റെ കുറച്ച് എക്സാമ്പിളുകൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നത് സിവിയർ ബേൺസ്. അതായത് നമുക്കറിയാം കഠിനമായ പൊള്ളലുകൾ അല്ലെ, പൊള്ളലേൽക്കുമ്പോൾ ധാരാളം അല്ലെ എത്ര ശതമാനം പൊള്ളലേൽക്കും എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലേ. അത്രയും ആഴത്തിലുള്ള പൊള്ളലൊക്കെ ആണെങ്കിൽ ICUയിലായിരിക്കും പരിചരണം നൽകേണ്ടതായിട്ട് വരുന്നത്. റെസ്പിറേറ്ററി ഫെയിലിയർ, അതായത് ശ്വാസം സാധാരണ രീതിയിൽ ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ വരുമ്പോൾ അവരുടെ ശരീരഭാഗങ്ങളിലെല്ലാം അല്ലേ അത് ബാധിക്കും. നമുക്കറിയാം ശ്വാസം ബ്ലഡിലൂടെയൊക്കെ അത് എല്ലായിടത്തേക്കും എത്തിപ്പെട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എന്താ പ്രോബ്ലംസ് ഉണ്ട് അല്ലെ. അവിടെ തീർച്ചയായിട്ടും എല്ലാ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും എന്തെങ്കിലും വീക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ICUയിലേക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിനെന്താണ് കാർഡിയോ തെറാസിക് സർജറി. കാർഡിയോ തെറാസിക് സർജറി എന്ന് പറഞ്ഞാൽ ബൈപ്പാസ് സർജറി പോലെയുള്ള അല്ലെങ്കിൽ വാൽവ് മാറ്റിവെക്കുക ശസ്ത്രക്രിയ പോലെയുള്ള സർജറികളൊക്കെ വരുമ്പോഴും എന്താണ് ICUയിലെ ട്രീറ്റ്മെന്റ് അവർക്ക് നൽകേണ്ടതായിട്ട് വരുന്നു. കോംപ്ലക്സ് സ്പൈനൽ സർജറി, അതായത് സങ്കീർണമായിട്ടുള്ള എന്താണ് നാട്ടില് അല്ലെ സ്പൈൻ സർജറികളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേജർ ട്രോമ അല്ലെ, അത് ആഘാതം നമ്മുടെ വലിയ ആഘാതം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇതുകൾ അല്ലെ ശരീരത്തിലെ എന്തെങ്കിലും കഠിനമായിട്ടുള്ള ആഘാതങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ICUയിലെ പരിചരണം ആവശ്യമായിട്ട് വരുന്നു. ഓർഗൻ ട്രാൻസ്പ്ലാന്റ്സ് എന്ന് വെച്ചാൽ അവയവം മാറ്റം ചെയ്യുമ്പോൾ നമുക്കറിയാം അത് ശരീരത്തിലൂടെ പൊരുത്തപ്പെട്ട് വരുന്നതൊക്കെ കറക്റ്റ് ആണെന്നൊക്കെ മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോ അതിനാവശ്യമായിട്ട് ICUയിൽ തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വരുന്നു. എന്താണ് സിപ്സിസ് എന്നാണ് അണുബാധ മൂലം ഉണ്ടാകുന്ന എന്തെങ്കിലും അല്ലെ ശരീരത്തിന്റെ ബ്ലഡിലൂടെയൊക്കെ അണുബാധകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തില് അല്ലെ എല്ലാ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും ബാധിക്കും. കാരണം ബ്ലഡിലൂടെ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ പാസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ ICUയിലായിരിക്കും. കാർഡിയാക് അറസ്റ്റ്, അതായത് ഹൃദയാഘാതം അല്ലെ ഹൃദയസ്തംഭനമൊക്കെ വരുന്ന സാഹചര്യങ്ങളിലെല്ലാം തന്നെ ICUയിലെ ട്രീറ്റ്മെന്റ് ആയിരിക്കും ആ രോഗിക്ക് ലഭ്യമാക്കുക. അണുബാധ മൂലം ഉണ്ടാകുന്നതെന്നാണ് സെപ്സിസ്. അതെ, അതായത് അണുബാധ എന്താണ് എന്തെങ്കിലും അണുക്കള് അതായത് ഇൻ കേസ് നമുക്കറിയാം ബ്ലഡിലൂടെ അണുക്കള് കയറി ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പോകുന്നുണ്ടായിരുന്നു. എന്താണ് സെക്കൻഡ് പോയിന്റ്. റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് പറയുമ്പോൾ ശ്വാസതടസ്സം അല്ലെ, അത് ശ്വാസം വിട്ട് പോലെയുള്ള ചെറിയത് ആവണമെന്നില്ല. അത് റെസ്പിറേറ്ററി പലതരത്തിലുള്ള ഇതുകൾ ഉണ്ടാവും അല്ലെ. ചെറിയ റെസ്പിറേറ്ററി പ്രോബ്ലം ഉണ്ടാവും, ഇച്ചിരി ഹെവി ആയിട്ടുള്ള അല്ലെ കുറച്ച് കഠിനമായിട്ടുള്ള റെസ്പിറേറ്ററി പ്രോബ്ലം ഉണ്ടാവും. റെസ്പിറേറ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ ശ്വാസം വലിച്ചെടുക്കാനും പുറന്തള്ളാനും ഉള്ള ഒരു ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖമാണ്. അത് ചിലപ്പോൾ നമുക്കറിയാം അതിന്റെ ഓക്സിമീറ്റർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ മതിയാവണ്ണം ഓക്സിജൻ ശരീരത്തിലേക്ക് പോകുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ മതിയായ രീതിയിൽ ഓക്സിജൻ പോയില്ലെങ്കിൽ അത് മോണിറ്റർ ചെയ്ത് തന്നെ അത് പരിഹരിക്കേണ്ടതുണ്ട്. ഫിഫ്ത്ത് പോയിന്റ് മേജർ ട്രോമ എന്ന് വെച്ച് പറയുന്നത് വലിയ ആഘാതം അല്ലെ, വീഴ്ചകള് വാഹനങ്ങൾ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് ശരീരത്തിന് നല്ല വലിയ ആഘാതം ഏറ്റിട്ടായിരിക്കും പേഷ്യന്റ് വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലൊക്കെ തീർച്ചയായിട്ടും ICUയിലെ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. സിവിയർ ബേൺസ് എന്ന് വെച്ചാൽ സിവിയർ ബേൺസ് എന്ന് പറയുമ്പോൾ പൊള്ളല് അല്ലെ, അത് കൂടുതലായിട്ടുള്ള അല്ലെ കഠിനമായിട്ടുള്ള പൊള്ളല്. ചെറിയ പൊള്ളലല്ല ഉദ്ദേശിച്ചത്. ഇത്ര പെർസെന്റേജ് അല്ലെ 75 ഇത്ര പേർക്ക് നമുക്കറിയാം രോഗിയെ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെല്ലുമ്പോൾ ഇത്രയും പെർസെന്റേജ് പൊള്ളൽ എന്ന് വെച്ചാൽ ശരീരത്തിന്റെ അവയവങ്ങളുടെ ഓർഗൻസിലേക്ക് സാധാരണ രീതിയിൽ ഇന്നർ അല്ലെ അത് ശരീരത്തിനുള്ളിലേക്കൊക്കെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ICUയിലെ ട്രീറ്റ്മെന്റ് വേണ്ടി വരും. 70% ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. തേർഡ് പോയിന്റ് എന്താണ് കാർഡിയോ തോറാക്സിക് സർജറി എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ നമ്മളെ ബൈപ്പാസ് സർജറികൾ അല്ലെങ്കിൽ വാൽവ് മാറ്റിവെക്കുക ശസ്ത്രക്രിയയൊക്കെ നടത്തുന്ന സാഹചര്യങ്ങളിലൊക്കെ ICUയിലെ പരിചരണം മസ്റ്റായിട്ടും ആവശ്യമായിട്ട് വരും. ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് വായിച്ചു നോക്കാം. സെപ്സിസ് ഇൻഫെക്ഷൻ എന്നല്ല, അണുക്കള് അത് ചിലപ്പോ നമ്മളിപ്പോ എക്യുപ്മെന്റ്സുമേ സെപ്സിസ് ആവാം എന്ന് വെച്ചാൽ അണുക്കളെ പറ്റി പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇവിടെ നമ്മള് എന്താണ് ഈ ബ്ലഡിലൂടെ അണുക്കള്
പോകുന്നുണ്ടായിരിക്കും. അപ്പൊ ബ്ലഡിൽ നമ്മുടെ ശരീരത്തിലേക്ക് അണുക്കള് ബ്ലഡിലൂടെ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ ശരീരം മൊത്തം അണുക്കൾ വ്യാപിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ അവർക്ക് ഉറപ്പ് വരുത്തണം. അത് എങ്ങനെയാണ് ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയൊക്കെ ബാധിക്കുന്നുണ്ടോ, അത് അതികഠിനമായിട്ടുള്ള അണുക്കളുടെ അണുബാധയാണ് ഏൽക്കുന്നതെങ്കിൽ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അല്ലെ. അത് എല്ലാവർക്കും എത്തിപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കാനായിട്ട് മോണിറ്റർ ചെയ്യാനൊക്കെ ആയിട്ട് ICU ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരും. ഓർഗൻ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോൾ അവയവ മാറ്റങ്ങൾ അല്ലെ, നമ്മുടെ അവയവങ്ങളൊക്കെ മാറ്റി വെക്കൂലേ, കിഡ്നി മാറ്റി വെക്കുക, അത് അങ്ങനെയൊക്കെയുള്ള ഓരോ മാറ്റിവെക്കൽ പ്രക്രിയ നടത്തൂലേ. അപ്പൊ നമുക്കറിയാം ശരീരം അതിനോട് പൊരുത്തപ്പെട്ട് വരണം അല്ലെ. അപ്പം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചു നാളത്തേക്ക് അവരിങ്ങനെ മാറ്റിവെച്ച് കഴിഞ്ഞാലും ICU ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അവര് രോഗി ആ അവയവം മാറ്റിയിട്ട് രോഗി അതിനോട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്നൊക്കെ നിരീക്ഷിച്ച് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അല്ലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ എന്താണ് നമുക്കറിയാം, ഇങ്ങനെ മോണിറ്റർ ചെയ്യുമ്പോൾ ചിലപ്പോ അവർക്ക് വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമായിട്ട് വരും. ചിലപ്പോൾ വേറെ എന്തെങ്കിലും എന്താണ് ഡിഫിബ്രില്ലേറ്റർ അല്ലെ, നമ്മുടെ ജീവൻ രക്ഷാ ഉപകരണം, ആ ഒരു ഉപകരണത്തിന്റെ ഒക്കെ ആവശ്യമായിട്ട് വരും. അതൊക്കെ എന്താണ് നമ്മുടെ ICU അവിടെ മസ്റ്റായിട്ട് കീപ്പ് ചെയ്യുന്ന ജീവൻ രക്ഷാ ഉപകരണങ്ങളാണ്. അപ്പൊ അതൊക്കെ ആവശ്യമുണ്ടെന്ന് തോന്നിയ അപ്പൊ തന്നെ ആ രോഗിക്ക് അവൈലബിൾ ആക്കി ആ രോഗിയുടെ ആരോഗ്യനില അല്ലെ അപകടനില തരണം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ ICU ട്രീറ്റ്മെന്റ് ലക്ഷ്യമിടുന്നത്. വായിച്ചു നോക്കാം. പുതിയ ചാപ്റ്റർ ആണെങ്കിലേ ഒന്ന് പതിയെ ഒന്നാമതായിട്ട് പൊരുത്തപ്പെടാനായിട്ട് ഉണ്ടാവും. ICU ട്രീറ്റ്മെന്റ് എന്താന്നുള്ളത് അല്ലെ, ആ ഒരു യൂണിറ്റിന്റെ പ്രത്യേകതകൾ എന്താന്ന് മനസ്സിലാക്കുക. നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ വലിയ വലിയ ഹോസ്പിറ്റലാണെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ICUകൾ കാണാറുണ്ടോ? എന്താ അപ്പൊ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അനൗൺസ് ചെയ്യാം പൾമിനറി ICU അല്ലെ, അങ്ങനെ ഓക്കെ ഓക്കെ കുട്ടികളുടെ ആയിട്ടുള്ള ICU ഉണ്ട് അല്ലെ. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ICUകളുണ്ട്. ICU ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓരോ വിഭാഗക്കാർക്കും ചില അല്ലെ യൂണിറ്റുകൾ ഉണ്ടാവും. അതിനു വേണ്ടി മാത്രം അല്ലെ അവിടെയുള്ള പേഷ്യൻസിന് ഓരോ യൂണിറ്റ് നമുക്കറിയാം. പൾമിനറി ആണെങ്കിൽ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റിന് വരുന്ന രോഗികളായിരിക്കും. അവരുടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ മാത്രമായിരിക്കും ആ യൂണിറ്റിൽ പരിചരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ന്യൂനോനാറ്റൽ എന്ന് വെച്ചാൽ കുട്ടികളുടെ വിഭാഗം അല്ലെ, അവിടെ കുട്ടികളുടെ വിഭാഗത്തിന് മാത്രമുള്ള ICU വിഭാഗമായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള വിഭാഗങ്ങളൊക്കെ ഉണ്ട്. കോമൺ ടൈപ്സ് ഓഫ് ICU നമുക്കത് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ICU എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ICU എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആണ് അവിടെ ഉണ്ടാവുക. അതിന് പക്ഷെ ചില കോമൺ ആയിട്ടുള്ള ICU ഉണ്ട്, അതേമാതിരി തന്നെ ചില സെപ്പറേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ICUകളിൽ ഉണ്ട് അല്ലെ. വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഓരോ വിഭാഗത്തിനും തന്നെ ICUകൾ അവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, സെപ്സിസ് എന്ന് പറയുമ്പോൾ അണുബാധ മൂലമുണ്ടാകുന്ന എന്നുള്ളതാണ്. അതായത് ജസ്റ്റ് അണുക്കളുടെ കാര്യം മാത്രം സെപ്സിസ് എന്ന് പറയുമ്പോൾ അണുക്കൾ എന്നുള്ള ഒരു ഇത് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ബ്ലഡിലൂടെ നമുക്ക് അണുബാധ അല്ലെ ശരീരത്തിലൂടെ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മള് CS നിങ്ങൾക്കൊരു ചാപ്റ്റർ ഉണ്ട്, അവിടെയും ഒരു അതായത് എക്യുപ്മെന്റ്സുമായി അണുബാധ സെപ്സിസ് വന്ന് ചേർന്നാല് അണുക്കളെ പറ്റിപ്പിടിച്ച് കഴിഞ്ഞാല് അത് സ്റ്റെറിലൈസേഷൻ നടത്തണം. അതായത് അണുക്കളെ നശിപ്പിച്ച് കളയണം. അതുമാതിരി തന്നെ നമ്മുടെ ബ്ലഡിലൂടെ അണുക്കളെ പ്രവേശിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ആ ബ്ലഡിലെ അണുക്കളെ നശിപ്പിച്ച് കളയണം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അണുബാധ എന്നാണ് ആ സെപ്സിസിന്റെ മീനിങ്.
ഈ അണുബാധ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ശരീരത്തിലും പ്രവേശിക്കാം, എക്യുപ്മെന്റുമേ ആണെങ്കിൽ എക്യുപ്മെന്റുമേ പ്രവേശിക്കുകയൊക്കെ ചെയ്യാം. അണുക്കൾ അങ്ങനെയാണല്ലോ, എവിടെയാണെങ്കിലും പറ്റി പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് അണുബാധ അതിനെ നശിപ്പിച്ച് കളയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ അണുക്കളെ നശിപ്പിച്ച് കളയണം അല്ലെ. ഇപ്പോ എക്യുപ്മെന്റിന്മേയാണ് നമ്മൾ ഈ അണുക്കളെ പിടിച്ചിരിക്കുന്നത്, സെപ്സിസ് വന്നിരിക്കുന്നതെങ്കിൽ ആ അണുക്കളെ നശിപ്പിച്ച് കളയാൻ എന്താണ് സ്റ്റെറിലൈസേഷൻ. ഓക്കെ, CSD ഓക്കെ, അതായത് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അത് അതിലെന്താണ് അണുക്കളെ നശിപ്പിച്ച് കളയാനായിട്ട് സ്റ്റെറിലൈസേഷൻ അല്ലെ, അവിടെ അണുനശീകരണ പ്രവർത്തനം നടത്തിയിട്ടാണ് ആ എക്യുപ്മെന്റ്സിന്മേലുള്ള അണുക്കളെ നശിപ്പിച്ച് കളയുന്നത്. ഇത് സെപ്സിസ് എന്ന് പറയുമ്പോൾ ബ്ലഡിലൂടെ അണുക്കൾ വരികയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്കാണ് അണുക്കൾ പ്രവേശിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഈ ിലൂടെ അണുക്കള് ശരീരത്തിലേക്ക് വ്യാപിക്കുമ്പോൾ അണുക്കൾ എത്രത്തോളം വ്യാപിച്ചു, അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ട് തന്നെ ഡോക്ടേഴ്സിന് അത് മനസ്സിലാക്കേണ്ടതുണ്ടാവും, മോണിറ്റർ ചെയ്യേണ്ടതുണ്ടാവും. തീർച്ചയായിട്ടും അതിന്റെ പരിചരണങ്ങളൊക്കെ നടത്തി കൊടുക്കേണ്ടതുണ്ടാവും. അണുക്കൾ പെട്ടെന്ന് അല്ലെ, നമുക്കറിയാം ബ്രെയിനിലേക്കും എല്ലായിടത്തേക്കും അല്ലെ പെട്ടെന്ന് കയറി പോകുന്ന ഇതുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് പെട്ടെന്ന് മരണങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി വാച്ച് ചെയ്ത് അവർക്ക് തീവ്ര പരിചരണ കാര്യങ്ങളൊക്കെ നടപ്പാക്കി കൊടുക്കേണ്ടതുണ്ടാവും. ഓക്കെ, അതാണ് സെപ്സിസ് എന്നുള്ള ആ ഒരു ഇതില് പ്രധാനമായിട്ട് ആ ഒരു പോയിന്റ് പേര് മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ. മനസ്സിലാക്കി വെക്കേണ്ടത് നമ്മുടെ അണുക്കൾ എവിടെ വേണമെങ്കിലും ആവാം. ബ്ലഡിലൂടെ അണുക്കൾ പ്രവേശിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് ICU ട്രീറ്റ്മെന്റ് കൊടുത്ത് അവരെ പരിശീലിച്ച് അവരുടെ രോഗാവസ്ഥ അണുക്കളെ നശിപ്പിച്ച് കളയാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടത്. ക്ലിയർ ആയോ? ഓക്കെ, നമ്മൾ ആ ഒരു പേര് മാത്രം കേൾക്കുമ്പോൾ ഡൗട്ടുകൾ ഉണ്ടാവും, രക്ഷയാണ്. ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാൻ നമുക്ക് ടൈമില്ല അല്ലെ. നമുക്ക് പറഞ്ഞു തുടങ്ങാം, കുറച്ച് കൂടുതലുണ്ട്. ജസ്റ്റ് അറിയാവുന്നേ ഉള്ളൂ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഹോസ്പിറ്റലാകുമ്പോൾ വ്യത്യസ്ത എന്താണ് ICUകൾ ഉണ്ടാവാം. അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ അനുസരിച്ചിട്ട് ചിലപ്പോൾ പൾമനോളജി വിഭാഗം ഉണ്ടാവും, കാർഡിയോളജി വിഭാഗം ഉണ്ടാവും, ന്യൂറോളജി ഉണ്ടാവും, നെഫ്രോളജി വിഭാഗം ഉണ്ടാവും. അങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങൾ ഉണ്ടാവും അല്ലെ. കാർഡിയോളജി എന്ന് പറഞ്ഞാൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അല്ലെ, അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ. ന്യൂറോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ന്യൂറോ അല്ലെ, ഞരമ്പുകളുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളാണ് അല്ലെ. ഗ്യാസ്ട്രോ നമുക്ക് ദഹനേന്ദ്രിയ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വിഭാഗമൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഓരോ വിഭാഗത്തിന് എന്താണ് പ്രത്യേകം ICUകൾ ഉണ്ടാവും. വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അടുത്തെങ്ങനെ, അല്ലെങ്കിൽ ചെറിയൊരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഒരുപാട് ICU ഡിപ്പാർട്ട്മെന്റുകളൊന്നും ഉണ്ടാവില്ല. ശരിയല്ലേ? ആണോ? എങ്കിൽ കൂടി കോമൺ ആയിട്ട് നമുക്കറിയാം ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ICU ഉണ്ടാവും. ചിലപ്പോ ആണെങ്കിൽ അല്ലെ ജനറൽ ആയിട്ടും പൊതുവായിട്ടുള്ള ഒരു ICU ഒക്കെ ഉണ്ടാവും. അതേസമയം വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും ആ ഹോസ്പിറ്റലിന്റെ ആ ഒരു ഫെസിലിറ്റി അനുസരിച്ചിട്ട് വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ 1-2 ICU ഒക്കെ ഉണ്ടാവാം. ചിലപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ICUകളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ കോമൺ ആയിട്ടുള്ള ICUകൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഹോസ്പിറ്റലിന്റെ ഓരോ ഫെസിലിറ്റി അനുസരിച്ചിട്ട്, സൗകര്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും ഇത് ഉണ്ടായിരിക്കുക. അപ്പൊ ICU എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഏത് വിഭാഗത്തിലുള്ളതുമായ രോഗികളുടെ തീവ്ര പരിചരണ വിഭാഗമാണ് ICU ട്രീറ്റ്മെന്റ് കൊണ്ട് ലക്ഷ്യമാകുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഓക്കെ അല്ലേ? നെക്സ്റ്റ് എന്തായാലും നെക്സ്റ്റ് ഡേയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ടുകളൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.
Thank you, ma'am. Thank you, ma'am.